blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ ക്രിസ്മസ് വീക്ക് എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഒരു വലിയ അനുഗ്രഹം അങ്ങ് പകരേണ്ടതിനായി ഞങ്ങൾ അങ്ങയുടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തിരുവല്ലയിൽ നിന്നുള്ള PC ചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പെടലിയുടെ ചരിവ് പൂർണ്ണമായും നിവരുവാൻ യേശു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. ആറ്റിങ്ങലിൽ നിന്നുള്ള അന്നപൂർണ അജയ് കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകി ഈ മകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബുദാബിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും ലഭിക്കുവാനുള്ള ശമ്പളത്തിൻ്റെ കുടിശ്ശികകൾ ലഭിക്കുവാൻ, ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ, മാത്രമല്ല 2017 മാർച്ചിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ആ ജോലി റിസൈൻ ചെയ്യുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Father, I bless each and every financial partner right now. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ന്യൂ ഇയർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. ഡിസംബർ 31 ശനിയാഴ്ച രാത്രി 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ, ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ, തിന്മകൾ നീക്കുവാൻ പിൻമഹിമ വെടിഞ്ഞോ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. Never see the enemy bigger than your God. നിങ്ങളുടെ ദൈവത്തെക്കാൾ വലുതായി നിങ്ങളുടെ ശത്രുവിനെ ഒരിക്കലും കാണരുത്. Write it down. അത് എഴുതിയെടുക്കുക. നിങ്ങളുടെ ദൈവത്തെക്കാൾ വലുതായി ശത്രുവിനെ ഒരിക്കലും കാണരുത്. Because many believers fall into this trap. കാരണം ഒത്തിരി വിശ്വാസികളും ഈ കെണിയിൽപ്പെട്ടു പോവുകയാണ്. Satan is not at all bigger than our God.
ഓർക്കുക, സാത്താൻ ഒരിക്കലും നമ്മുടെ ദൈവത്തെക്കാൾ വലുതല്ല. I want to hear a big bada amen to that. അതിനു വേണ്ടിയിട്ട് ഒരു ബഡ ആമേൻ പറയാമോ? We see a lot of parallels between the Old Testament events and characters and the New Testament believers and their life. പഴയ നിയമത്തിലുള്ള കഥാപാത്രങ്ങളും വിശ്വാസികളും തമ്മിലും പുതിയ നിയമത്തിലെ കഥാപാത്രങ്ങളും വിശ്വാസികളും തമ്മിലുള്ള പല സമാന്തരമായ കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Even in Corinthians we read that everything that happened in the Old Testament happened just as a shadow for us, we who are living in the days of fulfillment. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്: പഴയ നിയമത്തിൽ കാണുന്ന സകല കാര്യങ്ങളും പുതിയ നിയമത്തിൽ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിവൃത്തിയാക്കപ്പെടേണ്ടതിന്റെ നിഴലായിട്ട് സംഭവിച്ചത് അത്രേ. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? So take your left hand like this അതുകൊണ്ട് നിങ്ങളുടെ ഇടത്തെ കൈ ഇതുപോലെ എടുക്കുക and say the Old Testament is a shadow എന്നിട്ട് പറയുക, പഴയ നിയമം ഒരു നിഴലാണ്, and the New Testament is the fulfillment. എന്നിട്ട് വലത്തെ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് പുതിയ നിയമം അതിന്റെ പൊരുളാണ്. Do that exercise again. അതൊന്നും കൂടെ പറഞ്ഞു നോക്കേ. പഴയ നിയമം നിഴലാണെങ്കിൽ പുതിയ നിയമം അതിന്റെ പൊരുളാണ്. So among these parallels, one prominent one is the people of Israel coming out from Egypt to march towards the promised land. ഈ നിഴലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനം മിസ്രയീമിൽ നിന്ന് അവരുടെ വാഗ്ദാന ദേശത്തേക്ക് പോകുന്ന യാത്രയാണ്. All right? ഞാൻ പറയുന്നത് ശരിയാണോ? So the people of Israel were under the dominionship of Pharaoh. ഇപ്പോൾ ദൈവജനം ഫറവോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമത്വത്തിന് കീഴിലാണ്. Pharaoh is not a name. ഫറവോൻ എന്ന് പറയുന്ന ഒരു പേരല്ല, It's a title of a series of kings, ഒരു emperors. രാജാക്കന്മാരുടെ സാമ്രാട്ടുക്കളുടെ ഒരു സ്ഥാനപ്പേരാണത്. All right, they had their own proper names, Ramesses and like that. റെമസിസ് എന്നൊക്കെ പോലുള്ള പല പേരുകൾ സ്വന്തമായി അവർക്ക് വേറെ പേരുകളുണ്ട്. It was a title. അത് ഒരു സ്ഥാനപ്പേര് മാത്രമാണ്. All right, just like Caesar. ഉദാഹരണമായിട്ട് കൈസർ എന്ന് പറയുന്ന പോലെ. Right? It's a title, not a proper name. അത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് ആ രാജാവായി തീരുന്ന എല്ലാവർക്കും വരുന്ന ഒരു സ്ഥാനപ്പേരാണ്. Pharaoh is a type of Satan. അങ്ങനെയെങ്കിൽ ഫറവോൻ എന്ന് പറയുന്ന സാത്താന് നിഴലായിട്ടുള്ള വ്യക്തിയാണ്. All right? ശരിയാണോ? So Pharaoh in those days represented for us Satan. ആ കാലഘട്ടത്തിലെ ഫറവോൻ എന്നുള്ളത് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സാത്താനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. Egypt is a type of slavery, our slavery to sin. ഈജിപ്റ്റ് അഥവാ മിസ്രയീം എന്ന് പറയുന്നത് അതൊരു അടിമത്വമാണ്, നമ്മുടെ പാപത്തിന്റെ അടിമത്വ മേഖല പോലെ. Moses is a type of Jesus today, Savior. ഇനി അന്നത്തെ മോശെ എന്നുള്ളത് യേശു കർത്താവിന് നിഴലായിട്ടുള്ള വ്യക്തിയാണ്. Are you with me? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? So under the leadership of Moses, all the people of Israel came out of the land of bondage. Means under the leadership of Jesus we came out of sin to reach heaven. ഇപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ വന്ന ജനം മിസ്രയീമിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് പോകുന്നത് പോലെ തന്നെ അതിൻ്റെ പൊരുളായിട്ട് യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ മേഖലയിൽ നിന്ന് ജനങ്ങൾ ദൈവികമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെടുകയാണ്. Are you there? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? So you see the parallel there. നിങ്ങൾ അതിന് സമാന്തരമായി പോകുന്ന സമാനമായ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? Now, to take the people of God out, first Pharaoh was not willing to release them. ആദ്യം ജനങ്ങളെ പുറത്തേക്ക് വിടുവാനായിട്ട് ഫറവോൻ സമ്മതിച്ചില്ല. Then God had to come into action. അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാനായി ഇറങ്ങി വന്നു. He came with his mighty power, signs and wonders and miracles, and thus he delivered his people in a supernatural way. അപ്പോൾ കർത്താവ് തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തിയും മഹാശക്തിയും പ്രയോഗിച്ച് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. Hallelujah. Hallelujah. There was a display and demonstration of the mightiness of God.
ഇവിടെ ദൈവത്തിന്റെ ഭയങ്കരത്വത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രദർശനമാണ് സംഭവിച്ചത്. Hallelujah. ഹല്ലേലൂയ. Finally, they crossed the Red Sea and came to the wilderness. ഒടുവിലായിട്ട് അവർ ആ ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചു. Hallelujah. ഹല്ലേലൂയ. And even at the Red Sea, they saw a miracle. അവിടെ ആ ചെങ്കടലിന്റെ നടുവിലും അവർ അത്ഭുതം കണ്ടു. Hallelujah. ഹല്ലേലൂയ. Then in the wilderness, they were seeing miracles every day. എന്ന് മാത്രമല്ല മരുഭൂമിയിലും അവർ ഓരോ ദിവസവും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. Breakfast was a miracle. അവരുടെ പ്രഭാത ഭക്ഷണം ഒരു Their അത്ഭുതമായിരുന്നു. lunch was a miracle. അവരുടെ ഉച്ചഭക്ഷണം അത്ഭുതമാണ്. Their snacks was a miracle. അവരുടെ സ്നാക്സ് ഒരു Their അത്ഭുതമായിരുന്നു. drink was a miracle. അവരുടെ വെള്ളം ഒരു Their അത്ഭുതമായിരുന്നു. kapala was a miracle. അവരുടെ ഉടുപ്പ് ഒരു Their അത്ഭുതമായിരുന്നു. shoes were a miracle. അവരുടെ കാലിലെ ചെരുപ്പ് ഒരു അത്ഭുതമായിരുന്നു. Wherever they saw, whatever they did, whatever they enjoyed, everything was a miracle. അവർ എന്തൊക്കെ കണ്ടിരുന്നോ, എന്തൊക്കെ ആസ്വദിച്ചോ, എന്തൊക്കെ ചെയ്തിരുന്നോ, അതെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങളായിരുന്നു. Because when they came out of the land of Egypt, all the earthly natural supply stopped. കാരണം അവർ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരുന്ന മിസ്രയീമിൽ നിന്ന് അവർ ഇറങ്ങി വന്നപ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും അതോടെ തീർന്നിരുന്നു. Sir, I have a message for you. ഓ, എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശം പറയാനുണ്ട്. When you come to the Lord, നിങ്ങൾ കർത്താവിലേക്ക് വരുമ്പോൾ maybe all the natural supply cease. ഒരു പക്ഷേ ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും ഒരു പക്ഷേ നിന്നെന്നിരിക്കും. But the heavenly supply will start. എന്നാൽ അന്നേരം സ്വർഗത്തിലെ നന്മയുടെ കവാടം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. For a child of God, earth is not the source, material things are the source, our source is the Lord. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നന്മയുടെ കവാടം ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, ഭൗതിക അനുഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയല്ല അവിടെ നന്മയിരിക്കുന്നത്. അവന്റെ നന്മയുടെ ഉറവിടം സ്വർഗമാണ്. All their resources were supernatural and heavenly. അവന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന എല്ലാ സമ്പത്തും അമാനുഷികമായതും ദൈവികമായ കാര്യങ്ങളുമാണ്. Do you agree? നിങ്ങൾ അത് സമ്മതിക്കുന്നുണ്ടോ? Our eyes should be fixed there. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ നമ്മൾ അങ്ങോട്ടായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. Hallelujah. ഹല്ലേലൂയ. Some of them, when they started from their homes in Egypt, they were small babies. ചില ആളുകൾ ഈജിപ്തിൽ നിന്ന് അവരുടെ യാത്ര ദൈവമക്കൾ തുടങ്ങിയപ്പോൾ അവർ ശിശുക്കളായിരുന്നു. They were dressed in baby dresses. ആ സമയത്ത് ശിശുക്കൾക്ക് പറ്റിയ ഉടുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. Little frocks, little knickers, little shirts. കൊച്ചു ഉടുപ്പ്, കൊച്ചു നിക്കർ, കൊച്ചു ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും പയ്യന്മാരും കൊച്ചു പെൺപിള്ളേരും ഒക്കെ അന്ന് യാത്ര തുടങ്ങിയത്. But in the wilderness, there were no textile showrooms. എന്നാൽ മരുഭൂമിയിൽ അവർക്ക് ടെക്സ്റ്റൈൽ ഷോറൂമുകളൊന്നും ഇല്ലായിരുന്നു. Mummies and daddies saw an amazing thing. മമ്മിമാരും ഡാഡിമാരും ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു. Because as the baby was growing, the frock was also growing. ഓ, കുട്ടികൾ വളരുന്നതിനനുസരിച്ച് ഉടുപ്പും വളർന്നുകൊണ്ടിരിക്കുന്നു. Wow. They didn't have an extra pair. അവർക്ക് വേറെ ഒരു ഉടുപ്പിന്റെ ഒരു സെറ്റ് ഇല്ലായിരുന്നു. Oh, Onam is coming. Let's have a new pair of clothes. ഓണം വരുന്നുണ്ട്, ഇനിയിപ്പോ ഒരു പുത്തൻ ജോഡി ഉടുപ്പെടുക്കാം. There was no Onam there. അങ്ങനെ ഓണമില്ലായിരുന്നു അവിടെ. The kapada they were wearing, the footwears they were wearing, when they started from the land of Egypt, started growing according to their size. ഓർക്കുക, അവർ ഈജിപ്തിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ അവരണിഞ്ഞിരുന്ന ഉടുപ്പ്, അവർ കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പ്, ആ കുട്ടികൾ വലുതാകുന്നതിനനുസരിച്ച് ഉയരമനുസരിച്ച് തൂക്കമനുസരിച്ച് അതും വളർന്നുകൊണ്ടിരുന്നു. Another thing they noticed is this. They checked their shoes. അടുത്ത കാര്യം അവര് ശ്രദ്ധിച്ച കാര്യം, അവരുടെ ഷൂസ് നോക്കിയപ്പോൾ The soles of their footwear never deteriorated. അവരുടെ ആ ചെരുപ്പിന്റെ ആ അടിഭാഗം സോള് ഒന്ന് തേഞ്ഞിട്ട് പോലുമില്ല. Hallelujah. ഹല്ലേലൂയ. Everyday miracle. എല്ലാ ദിവസവും അത്ഭുതം. I shared this experience many times, but let me tell this once again. ഈ അനുഭവം ഞാൻ ഒത്തിരി പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ When we started the ministry, we were very small. നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഇത് വളരെ Only ചെറുതായിരുന്നു. a handful of youths. വളരെ കുറച്ച് യൗവനക്കാർ മാത്രം. All of them, including me, we were young. എല്ലാ ആളുകളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെറുപ്പക്കാർ. So in those days, we used to have a lot of prayer meetings, ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു, as we have today. ഇന്നുള്ളത് പോലെ തന്നെ. But we used to fast a lot. ഒത്തിരി ഉപവസിക്കുമായിരുന്നു. 365 days, most of the days we would be on fast.
fasting. 365 ദിവസത്തിൽ കൂടുതൽ ദിവസങ്ങൾ ഉപവാസത്തിലായിരിക്കും. So one man of God came to minister among us. ഒരു ദൈവപുരുഷൻ ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായി വന്നു. And he prophesied one thing. അദ്ദേഹം ഞങ്ങളോട് ഒരു പ്രവചനം പറഞ്ഞു. He said miracles are going to become a daily occurrence, an ordinary thing in your ministry. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ എന്നുള്ളത് ഒരു സാധാരണ എല്ലാ ദിവസവും ചുമ്മാ നടക്കുന്ന ഒരു സാധാരണ സംഭവം പോലെ ആയിത്തീരും. So in those days we had not seen many miracles. ആ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. Praying, fasting, teaching, house visit, that's all. പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, പഠിപ്പിക്കുന്നു, വീടുകൾ സന്ദർശിക്കുന്നു. But this prophecy went deep down into our souls. എന്നാൽ ഈ പ്രവചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെന്നപ്പോൾ I wrote it in my diary. അത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. And I started praying, Lord, I want to see this. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിത് കാണാൻ ആഗ്രഹിക്കുന്നു. And today we are seeing it. എന്നാൽ ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Every day there is miracles today. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ, മിറക്കിൾസ് ടുഡേ ആണ്. Hallelujah. ഹല്ലേലൂയ. And world over people are watching it. എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Every day we hear about miracles, supernatural things happening here or there. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. We receive letters, emails, SMSs, phone calls and direct testimonies. അത് ലെറ്ററുകളിലൂടെ, ഇമെയിലുകളിലൂടെ, SMS-കളിലൂടെ, കോളുകളിലൂടെ നേരിട്ടും ഒക്കെ ആയിട്ടുള്ള അത്ഭുതങ്ങളുടെ കഥകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. I can tell you something very sincerely. The same God whom Moses and his people served, we are also serving today. ഓർക്കുക, ഞാൻ നിങ്ങളോട് ഇതേ സന്ദേശം ആവർത്തിക്കട്ടെ. മോശയും തൻ്റെ കൂടെയുള്ളവരും സേവിച്ച, അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആ ദൈവത്തെ തന്നെയാണ് ഈ നൂറ്റാണ്ടിൽ നാമും സേവിക്കുന്നത്. ക്ഷമ സിസ്റ്റർ, ഈ സഹോദരനും കുടുംബവും കാക്കനാട് നിന്നാണ് വരുന്നത്. ഈ സഹോദരൻ ഏകദേശം ഒരു 10-15 വർഷമായി എമിഗ്രേഷൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. 2014 മുൻപായിട്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സഹോദരൻ സ്പോൺസർ ചെയ്തിരുന്നു. അതേ തുടർന്ന് 2014 ഡിസംബർ മാസത്തിൽ നമുക്കിവിടെ ഒരു സ്പോൺസേഴ്സ് മീറ്റ് വെച്ചിരുന്നു, തൊട്ടപ്പുറത്ത് കേരള ഹിസ്റ്ററി മ്യൂസിയത്തിൽ. ആ സമയത്താണെന്ന് തോന്നുന്നു, സഹോദരൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഡാമിൻ ബ്രദർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. മീറ്റിൻ്റെ ഇടയിലാണോ ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഇടയിലാണോ ഓർക്കുന്നില്ല, ആ സമയങ്ങളിലായിരുന്നു. അപ്പോൾ ഡാമിൻ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഉള്ളവർക്ക് പുറത്തേക്ക്, അതായത് ഒരു ഇൻ്റർനാഷണൽ വൈഡായിട്ട് ഒരു ബിസിനസ്സിനൊരു ഓപ്പണിംഗ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. സമയത്ത് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളരാൻ പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് PR എടുക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. ഞങ്ങൾക്ക് കാനഡയിൽ ഒരു PR അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ഞങ്ങളങ്ങനെ പിന്നെ അധികം താമസിച്ചാൽ ഞങ്ങൾ PR അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് ആ വർഷം തന്നെ, നെക്സ്റ്റ് ഇയർ തന്നെ ഞങ്ങൾക്ക് PR കിട്ടി. PR കിട്ടിയതിന് ശേഷം ഞങ്ങൾ ചിന്തിച്ചു, ഇങ്ങനെ ആ സമയത്ത് ബ്രദർ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സൊരു ചിന്ത വന്നു, എന്നാൽ വല്ല ബിസിനസ്സും നമുക്ക് നോക്കിയാലോ, പുറത്തേക്കൂടെ പ്രസൻ്റ് ഉള്ളത് പുറത്തേക്കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് വല്ല സാധ്യതയുണ്ടോ എന്നൊരു ചിന്ത തോന്നി. ഞാൻ PR ആപ്ലിക്കേഷൻ കൊടുത്തു. PR കിട്ടി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ ബിസിനസ് ഞങ്ങൾക്ക് അവിടെ എങ്ങനെ തുടങ്ങാമെന്നുള്ളൊരു അന്വേഷണം നടത്തി. ഞങ്ങൾ ഫസ്റ്റ് അവിടെ ചെല്ലുവാണ്. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ കോൺടാക്ട്സ് ഇല്ല, റിലേറ്റീവ്സും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തു എങ്ങനെയാണ് ഞങ്ങളുടെ ബിസിനസ് അവിടെ രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ മനസ്സിലായി അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് കൂടുതലാണ്. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഒരു കോഴ്സ് ചെയ്യണം. ആ കോഴ്സ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ അതിൻ്റെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. എന്താണ് ഇവർ ശരിക്കും ആ മീറ്റിംഗിൽ, അന്നത്തെ നിങ്ങൾ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ കാരണം നിങ്ങൾ ഒരു സ്പോൺസർ ചെയ്തത് കൊണ്ട്, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ടാണ്. എനിക്ക് അതാണ് പോയിന്റ് അറിയേണ്ടത്. ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ടിട്ടാണ് അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം ഇവർക്ക് PR ആപ്ലിക്കേഷൻ കൊടുത്തു. PR കിട്ടി. ഇവർ അവിടെ ചെന്നു. അവിടെ ചെന്നെങ്കിലും പിന്നീട് അത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഒരു വർഷത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവിടെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ സഹോദരൻ എപ്പോഴും വളരെ ബിസിയാണ്. ഇവിടെ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 9 മണിയാകുമ്പോഴേക്കായിരിക്കും വരിക. അതുകൊണ്ട് ഈ സഹോദരി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഈ ജോലി പഠനം എന്നുള്ളത് അദ്ദേഹം ഏറ്റെടുത്തു. അങ്ങനെ ആ ഓൺലൈൻ കോഴ്സിൽ നിന്നുകൊണ്ട് അദ്ദേഹം സഹോദരി പഠിച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി ആയിരുന്നു അതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് ഓഗസ്റ്റ് 7-ാം തീയതിക്ക് മുൻപായിട്ട് തിരിച്ചങ്ങോട്ടേക്ക് പോകണമായിരുന്നു, എക്സാമിനേഷന് വേണ്ടിയിട്ട് അവിടെ പോകണം. ഈ സമയത്തായിരുന്നു ഈ സഹോദരന് പതിവില്ലാതെ ഒരു വയറുവേദന വന്നത്. അപ്പോൾ ഈ സഹോദരൻ പറയുന്നിങ്ങനെ,
ദൈവത്തിൻ്റെ വഴി ആയതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഓരോ കാര്യം ഒരു തടസ്സവും കൂടാതെ ആരുമില്ലാതിരുന്നിട്ടും കർത്താവ് ഞങ്ങൾക്ക് നടത്തി തന്നതുപോലെയായിരുന്നു നടത്തിയത്. ഇതിനെ തടസ്സം ചെയ്യാൻ എന്നോണം എനിക്ക് ഇതുവരെ ഒരു രോഗമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ സമയത്ത് ഒരു വയറുവേദന വന്നു. അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. അവർ ഇഞ്ചക്ഷൻ കൊടുത്തു, അത് കുറേ മരുന്ന് കൊടുത്ത് വേദന കുറയുന്നു. അത് നിൽക്കുമ്പോഴേക്കും വീണ്ടും അതിന് വേദന വർദ്ധിക്കുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോകേണ്ട സമയമായി, എക്സാമിനേഷനുള്ള സമയമായി. സഹോദരൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ, ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ ഇവിടുത്തെ പ്രേയത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് സഹോദരന്മാർ പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും വേദന കുറഞ്ഞുകൊണ്ടേ വന്നു. പിന്നെ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയില്ല. ഡോക്ടറെ കണ്ട് ഡോക്ടർ ഓരോന്ന് പറയും, പോയില്ല. പിന്നെ താനെ ആ വേദനകൾ മാറി. ഓഗസ്റ്റ് 7-ാം തീയതി ഇവിടുത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എക്സാമിനേഷൻ ഈ ഓഗസ്റ്റ് 2016 ഈ ഓഗസ്റ്റ് 7-ാം തീയതി സൺഡേ ആയിരുന്നു. ഓ ശരി, എനിക്ക് ചെറിയൊരു ഓർമ്മ തോന്നുന്നുണ്ട്. സൺഡേ ആയിരുന്നു. അന്നത്തെ ആ ദിവസമായിരുന്നു അവിടെ എക്സാം. അങ്ങനെ അവിടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സൺഡേ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. അത്ഭുതം എന്നുള്ളത് ഈ എക്സാം സാധാരണ 2-3 പ്രാവശ്യം എഴുതിയെങ്കിലേ പാസ്സാകത്തുള്ളൂ. പക്ഷേ ഈ സഹോദരി ഫസ്റ്റ് ടൈമിൽ തന്നെ അതിന് പാസ്സായി. അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയറായി. കൺഗ്രാറ്റുലേഷൻസ്. എക്സാമിനേഷൻ കഴിഞ്ഞ് അവരിവിടെ വന്നു. പിന്നീട് അവിടെ വെച്ചിട്ട് തന്നെ ഇവരവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ ഓഫീസ് എടുക്കുകയും ഇതിനെ തുടർന്ന് ഒരു എമിഗ്രേഷൻ ബിസിനസ് അവിടെ ചെയ്യാനുള്ള സകലവിധ കാര്യങ്ങളുമായിട്ടാണ് അവിടുന്ന് അവർ മടങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് അവിടെയും ഇവിടെയും ഒരുപോലെ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം. 2 സ്ഥലത്തും ബിസിനസ് ചെയ്യാം. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? വലിയ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിൻ്റെ നേരെ കൈകൾ നീട്ടി ഇവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇനിയും ഒത്തിരി പേർക്ക് ഇവരൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ഇവരുമായി പരിചയമുള്ള ഓരോ വ്യക്തികൾക്കും ഇവർ അനുഗ്രഹമായി തീരട്ടെ. അതിനെല്ലാറ്റിനേക്കാളും ഉപരി കർത്താവെ, കർത്താവിൻ്റെ വേലയ്ക്കും ഇവരൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഇവർക്ക് കൊടുത്ത ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കൂടെ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൈ നീട്ടി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ സിവിയറായിട്ടുള്ള തലവേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തലവേദന മൂർച്ഛിച്ചു വരുമ്പോൾ വൊമിറ്റ് ചെയ്യുകയെല്ലാം ചെയ്യുന്ന വ്യക്തികൾ പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കാതിനകത്ത് അതിൽ നിന്നും വെള്ളവും പഴുപ്പും ഒക്കെ വരുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യൂറിൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. വലിയ ചില അത്ഭുതങ്ങൾ കർത്താവ് ചിലർക്ക് വേണ്ടി ചെയ്യാൻ. കാരണം ഒത്തിരി നാളുകളായി നിങ്ങൾ വലിയ മാനസിക പ്രയാസത്തിലൂടെ കരഞ്ഞ് മുന്നിലോട്ട് പോയ പലരെയും കർത്താവ് കാണുന്നു. കർത്താവ് ഒരു വലിയ വിടുതലും സൗഖ്യവും അത്ഭുതവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. കോളൻ ക്യാൻസർ സൗഖ്യമാകട്ടെ.
സ്കിൻ ക്യാൻസർ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്രോട്ടിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ബോൺമാരയെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന, അസ്ഥിക്കകത്തെ മജ്ജയെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. കാൽമുട്ടുകളിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ഇനി നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും, ഞാൻ എടുത്ത് പറയാത്തൊരു വിഷയമാണെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് 2 കൈകൾ ഇതുപോലെ നീട്ടിപ്പിടിച്ച് യേശുവിനോട് ആ വിഷയങ്ങൾ പറയുക. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കും ഇൻ ജീസസ് നെയിം. കർത്താവെ, ഇപ്പോൾ ഈ സഹോദരങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ പ്രാർത്ഥിക്കുന്നത്, അത് കർത്താവ് അങ്ങ് നിറവേറ്റി കൊടുക്കണമേ. അതിൻ്റെ മേൽ മറുപടി കൊടുക്കണമേ. മദ്യപാനം ചിലർന്നും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. കടബാധ്യതയിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. വലിയ സമാധാനത്തെ അങ്ങ് നൽകണമേ. കർത്താവെ, അങ്ങ് ഈ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഇതിനകം പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന ഡയറി അനേക ലക്ഷങ്ങളുടെ കയ്യിൽ അതിൻ്റെ കോപ്പികൾ ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ ആശിഷമാരി എന്നൊരു പുസ്തകം, സാഹിത്യത്തിലൂടെ ദൈവവചന സന്ദേശങ്ങൾ എത്തിക്കുന്നൊരു പുസ്തകമാണ്. ദൈവപ്രസാദം എന്ന മറ്റൊരു പുസ്തകമുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള വിന്നേഴ്സ് ഫാക്ടറി ഉണ്ട്. ഏറ്റവും അവസാനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് മലയാളം കോപ്പികൾ ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.